ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിയായി നാം എന്നും വാഴ്ത്തിപ്പാടുന്ന നാമധേയമാണ് നർഗീസ് ദത്തിൻ്റേത്. എന്നാൽ നർഗീസ് എന്ന നടിയെ, നർഗീസ് എന്ന സ്ത്രീയെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിനായിട്ട് സുനിൽ ദത്ത് എന്ന നടന് തൻ്റെ ജീവിതം ഒരു പരിധിവരെയും ഹോമിക്കേണ്ടതായിട്ട് വന്നു. ഷൂട്ടിങ്ങിനിടെയുണ്ടായ ഒരു അപകടത്തിൽ തൻ്റെ ശരീരമാസകലം പൊള്ളലേറ്റിട്ടാണ് നർഗീസ് ദത്ത് എന്ന സുന്ദരിയായ നടിയെ സുനിൽ ദത്ത് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ ഒരു അവസരത്തിലാണ് നർഗീസിന് സുനിൽ ദത്തിന് തന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം മനസ്സിലായത്. തനിക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ മറ്റൊരു വ്യക്തിയെയും ആ ഒരു അവസരത്തിൽ നർഗീസിന് കണ്ടെത്തുവാനായില്ല. ആ ഒറ്റ കാര്യത്തിലൂടെ സുനിൽ ദത്തിൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടിയ, ഇല്ലെങ്കിൽ സുനിൽ ദത്തിൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞ അദ്ദേഹത്തെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ശ്രമിച്ച നർഗീസിൻ്റെയും സുനിൽ ദത്തിൻ്റെയും പ്രണയം എങ്ങനെയാണ് സംഭവിച്ചത്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ സംഭവ വികാസങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു നോക്കാം. മദർ ഇന്ത്യ എന്ന സിനിമയിലെ ശക്തയായ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം ഇടയിൽ ഇന്നും ശ്രദ്ധിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നർഗീസ് ദത്ത്. ഇന്ത്യ കണ്ടതിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രവുമായിരുന്നു മദർ ഇന്ത്യയിലെ നർഗീസിൻ്റെ ആവേശം. അതിലുപരി ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം ചെലവ് അല്ലെങ്കിൽ ഏറ്റവും അധികം മുതൽ മുടക്കി നിർമ്മിച്ച ഒരു സിനിമ, ഏറ്റവും അധികം പണം വാരിക്കൂട്ടിയ സിനിമ, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെയും ഈ ഒരു ചിത്രത്തിന് അവകാശപ്പെടാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് തീപിടുത്തമുണ്ടായി നർഗീസ് ദത്ത് വലിയൊരു അപകടത്തിൽപ്പെട്ടത്. ഗുജറാത്തിലായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം. മുഖ്യവേഷത്തിൽ നർഗീസ് ആയിരുന്നുവെങ്കിൽ ഈ സിനിമയിലെ നർഗീസിൻ്റെ മകൻ്റെ റോളിൽ അഭിനയിച്ചിരുന്ന വ്യക്തിയായിരുന്നു സുനിൽ ദത്ത്. മൈക്കൽ കൂനിക്ക് മേലെ തീ കൂട്ടിയിട്ട് പടരുന്ന ഒരു രംഗമായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ തീ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ പടർന്നു കയറി എല്ലാവരും നെട്ടോട്ടമായി. ആർക്കും തീ അണയ്ക്കാൻ പറ്റുന്നില്ല. നർഗീസ് തീക്കുള്ളിൽ പെട്ടുപോയി. അവർക്ക് പുറത്തേക്ക് കടക്കാനുമാവുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നർഗീസിനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ശരീരം മുഴുവൻ പൊള്ളലേൽക്കുമെന്നും തങ്ങളുടെ ജീവന് ഭീഷണിയാണ് എന്ന് കണ്ടും എല്ലാവരും ഈ ഒരു അവസരത്തിൽ പിറകോട്ട് മാറുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നർഗീസിനെ രക്ഷിക്കുവാനായിട്ട് സുനിൽ ദത്ത തീയിലേക്ക് ചാടുന്നതും സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കുന്നതും. ആ സാഹസത്തിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വിലയെന്ന് പറഞ്ഞത് വലിയ ചില കാര്യങ്ങളായിരുന്നു. ദേഹമാസകലം പൊള്ളലേറ്റ് ഒരുപാട് കാലം അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞു. കുറേ ദിവസത്തേക്ക് ഷൂട്ടിങ് മുടങ്ങി. അപ്പോൾ ഇതോടുകൂടിയാണ് നർഗീസിൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം ഇടം നേടിയെടുത്തത്. ഈ ഒരു കാലഘട്ടത്തിൽ നടൻ രാജ് കപൂറുമായി പ്രണയത്തിലായിരുന്നു നർഗീസ്. ഏതാണ്ട് 9 വർഷം നീളുന്ന പ്രണയം. പക്ഷേ രാജ്കുമാർ വിവാഹിതനായിരുന്നു, ഭാര്യയും മക്കളുമുണ്ട്. നർഗീസിന് പ്രണയ വാഗ്ദാനം നൽകാൻ അയാൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ നർഗീസിനിങ്ങനെ പ്രണയ വാഗ്ദാനം നൽകിയല്ലാണ്ട് പണ്ട് ശ്രീദേവിയെ മിഥുൻ ചക്രവർത്തി കൊണ്ടു നടന്നതുപോലെ കൊണ്ടു നടക്കുക, പ്രണയ വാഗ്ദാനം നൽകുക, അതിനപ്പുറത്തേക്ക് തനിക്കുള്ള ഭാര്യയും മക്കളെയൊന്നും ഉപേക്ഷിക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. അതായത് ഭാര്യയെന്ന് വിവാഹമോചനം നേടാൻ രാജ് കപൂർ തയ്യാറായിരുന്നതുമില്ല. അപ്പോൾ പ്രണയമാണ്, ബന്ധങ്ങൾ ഒരു വശത്ത് പോകുന്നു. താൻ ഒരുതരം ട്രാപ്പിൽ പെട്ടു, തന്നെ രാജ് കപൂർ ചതിക്കുകയാണ് എന്ന് നർഗീസിന് തിരിച്ചറിവുണ്ടായ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യവും സംഭവിക്കുന്നത്. അതോടുകൂടി രാജ് കപൂറിനെ അവർ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായിട്ട് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ 1958 സുനിലും നർഗീസും വിവാഹിതരായി. ബോളിവുഡിലെ ഏറ്റവും ആരാധരായ താര ദമ്പതികളായിരുന്നു. ഇവർക്ക് സഞ്ജയ്, പ്രിയ, നമ്രത ഇങ്ങനെ 3 മക്കളുണ്ടായി. അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിച്ച് 52-ാം വയസ്സിൽ നർഗീസ് ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ ഭാര്യയെ മരിച്ചിട്ട് 24 വർഷം കൂടെ സുനിൽ ദത്ത് മറ്റൊരു വിവാഹം കഴിക്കാതെ ഇങ്ങനെ കാത്തിരുന്നു എന്നുള്ളതിലാണ് അദ്ദേഹത്തിൻ്റെ മഹനീയത വ്യക്തമാകുന്നത്. ഇല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്.
2005 75 വയസ്സിലാണ് സുനിൽ ദത്ത് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകന് ഇപ്പോൾ നമുക്കറിയാം സഞ്ജയ് ദത്ത് സമാനമായ രീതിയിലെ ക്യാൻസർ രോഗബാധിതനായിട്ട് മുന്നോട്ട് പോവുകയാണ്. താൻ ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല, കീമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല, വരുന്ന വരട്ടെ എന്ന തരത്തിലാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കാണുക. ഷാരൂഖ് ഖാൻ ദീപിക പദുക്കോൺ തകർത്തഭിനയിച്ച ഓം ശാന്തി ഓസ് എന്ന സിനിമയിലെ രംഗമുണ്ട്. നായിക ഷൂട്ടിങ്ങിനിടെ തീയ്ക്ക് നടുവിൽ പെട്ടുപോകുന്നതും നായകൻ രക്ഷിക്കുന്നതുമായ രംഗം. അപ്പം നർഗീസ് സുനിൽ ദത്ത് പ്രണയത്തിൽ നിന്ന് പ്രചോദിതമായാണ് ആ ഒരു രംഗം ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നർഗീസിൻ്റെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പ് മോശമായില്ല എന്ന് നമുക്ക് തീർത്തും പറയാം. ഇങ്ങനെയുമുണ്ട് പ്രണയം. ഷാജഹാന് മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹൽ പണിതു. അവരുടെ പ്രണയത്തിൻ്റെ സ്മാരകമായിട്ട് നമ്മളിന്നും വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിലും വളരെ താമസിയാതെ തന്നെ ഷാജഹാന് മുംതാസിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു. അപ്പോൾ ആ പ്രണയത്തിൻ്റെ ആഴം എന്താണ്? അല്ലെങ്കിൽ മുംതാസിനോടുള്ള മുഖഛായയോ രൂപസാദൃശ്യമോ എന്തെങ്കിലുമൊക്കെ സമാനതകളായിരിക്കാം ആ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുപോയതെങ്കിലും ഒരു ഭാര്യ മരിച്ചിട്ട് 24 വർഷം കൂടി അവൾക്ക് വേണ്ടിയിട്ട് മാത്രം കാത്തിരുന്ന സുനിൽ ദത്തിൻ്റെ അത്ര ഒന്നും വരില്ല നമ്മുടെ താജ്മഹലിൻ്റെ ശില്പിയുടെ കഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന പ്രണയം.